2 മരവാടകളെ എന്തിനാണ് പാർലമെന്റിൽ അയച്ചിരിക്കുന്നത്? ബ്രിട്ടാസ് മരവാട എന്തിനാ അയച്ചിരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ MP-മാര് പഴം പുഴുങ്ങിയിരിക്കുകയാണ്. കേന്ദ്രത്തില് നിങ്ങളുടെ MP-മാരുടെ വായിൽ എന്താ പഴം തുരുകിയിരിക്കുകയാണ്? 3 ചോദ്യങ്ങളാണ്. ചേട്ടൻ ചോദിച്ചു. അല്ല, അദ്ദേഹത്തിന് ധൈര്യമായിട്ട് കളിയെ കുറിച്ച് പറയാം. കാരണം അദ്ദേഹത്തിന് MLA കളിച്ച് ഗ്രൗണ്ട് മറന്ന് കളിച്ച് അറിയില്ല, എവിടെയാന്ന് പോലെ അറിയില്ല. കളി വീരനാണ് ആള്. ഫുൾ ടൈം കളിയാണ്. ചെറിയ കാര്യങ്ങൾ വലിയ കളികൾ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഇടതുപക്ഷ മുന്നണി എതിരാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ വീണ്ടും പറയും CPM അനുകൂലമാണെന്ന്. CPM ആണെങ്കിലും CPI ആണെങ്കിലും ആ കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ കൊന്നതാര് എന്ന് ചോദിച്ചാൽ നാഥുറാം വിനായക ഗോഡ്സെ എന്ന് ഉത്തരം എഴുതുവാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് മതേതരത്വ സംവിധാനത്തിന് എതിരെ നിൽക്കുമ്പോൾ അതിനെയാണ് CPI എതിർക്കുന്നത്. നേരത്തെ പറഞ്ഞു PM ശ്രീ പദ്ധതിയിലെ പാഠപുസ്തകത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെ നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞു. എത്ര ക്ലാസ് ഏത് ബുക്കിൽ നിന്ന് മാറ്റണം മുരളിയേട്ടാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ ഒന്ന് പറഞ്ഞു അല്ലല്ല, ഒരു മിനിറ്റ് ഇവിടെ മുരളിയേട്ടൻ അവിടെ ഗുജറാത്തിൽ മഴ പെയ്തപ്പോഴേക്കും ഇവിടെ പാവാട പൊക്കി നിൽക്കണം. ഒരു മിനിറ്റ്, എന്താന്നേ അറിഞ്ഞിട്ടില്ല. ഏത് സ്വാതന്ത്ര്യ സമര നായകനെ മാറ്റുന്നോ, ഏത് ക്ലാസ്സിൽ മാറ്റുന്നോ, ഏത് ബുക്കിൽ മാറ്റുന്നോ അറിയില്ല. അത് അവർ പറയും. അപ്പോ ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ചെയ്യുന്നത്. നിങ്ങളെ നരേന്ദ്രമോദി വന്നാൽ നിങ്ങളെ കൊല്ലും, നരേന്ദ്രമോദി വന്നാൽ ഇവിടെ വർഗീയത വരും. ഇത് പറഞ്ഞ് ഏത് വർഗീയതാന്ന് അറിയില്ല, എന്താന്ന് അറിയില്ല. ഏത് പാഠപുസ്തകത്തിൽ ഏത് പേജിൽ ഏത് സ്വാതന്ത്ര്യ സമര നായകനെയാണ് മാറ്റിയെന്ന് ചോദിച്ചാൽ അതൊക്കെ വരും. ആരെയാണ് ഈ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കുന്നത്? കാലം മാറി സഖാവേ, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇങ്ങനെ തടസ്സം നിൽക്കുന്നതാ കേരളത്തിലെ ശാപം. ഇനി നിങ്ങളോട് ചെറിയൊരു ചോദ്യം ചോദിക്കണ്ട എനിക്ക്. ഇവിടെ മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് 75.87 കോടി രൂപ കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 75.87 കോടി രൂപ അനുവദിച്ചു. ഉടനടി വന്നു ഇത് MLA ടൂറിസം വകുപ്പിൽ ഇടപെട്ട് കൊണ്ടുവന്നാണ്. ആരാന്റെ കുട്ടിയുടെ ഗർഭത്തിന് അപ്പനാവാൻ നടക്കുന്ന ആളുകളാണ് ഇവിടുത്തെ മാർക്സിസ്റ്റുകാരെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ഇവർക്ക് സ്വയം ഉളുപ്പ് ചോദിക്കുന്നില്ല. കാരണം കമ്മികളെന്ന് പറഞ്ഞാൽ ഉളുപ്പ് പ്രതീക്ഷിക്കണ്ട. എന്നാലും കുറച്ചെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ എപ്പോഴാണ് സുരേഷ് ഗോപിയിൽ ഇവർ ഈ ഇടപെടൽ നടത്തി എന്നുള്ളത് ഇവരത് പറയാൻ തയ്യാറാണ്. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പക്ഷേ ഇവിടെ മലമ്പുഴ MLA പ്രഭാകരേട്ടൻ ഞാൻ വിചാരിച്ചു പുള്ളി പാവണമെന്ന്. പുള്ളി ഇതുപോലെ തന്നെയാണ് ആരാൻ്റെ ഗർഭത്തിന് അപ്പനാവാൻ നടക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ അവരുടേതല്ലാത്ത പദ്ധതിക്ക് വേണ്ടി വലിയ ഫ്ലക്സ് അടിച്ച് വെച്ചുകൊണ്ട് 8 കാലി മമ്മൂഞ്ഞ് കളിക്കണം എന്നുള്ളത് ദൈവത്തിനറിയാം. ഇങ്ങനെയുള്ള പരിപാടി കാണിച്ച് ഈ നാട്ടുകാരെ പറ്റിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാട്ടുകാരെ, നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാ. താങ്ങുവിലയെ കുറിച്ച് പറഞ്ഞു. കേന്ദ്രം തരാനുണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു വീട്ടിൽ നിന്ന് നെല്ലെടുത്തു കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച ആളുകളാണല്ലോ കൊടുക്കേണ്ടത്. കേന്ദ്ര സർക്കാർ നേരിട്ട് വന്നല്ല കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കേന്ദ്രം ഇവർക്ക് തരാനുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് നരേന്ദ്രമോദി സർക്കാർ സംസ്ഥാന സർക്കാരിന് പൈസ തരാനുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇവർ പുറത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് തിരിച്ചു കിട്ടും, ഇവർക്ക് കിട്ടും. അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാതെ രാവിലെ ഉറങ്ങിയിട്ട് കഴിഞ്ഞാൽ മോദി 70,000 കോടി തരാണ്ട്, മോദി 50,000 കോടി തരാണ്ട്, ഇവർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ മോദി എന്താ പിണറായി വിജയന് കടം കൊടുത്തോണ്ടിരിക്കലാണോ പണി? ഇവർക്കിത് വാങ്ങിയെടുക്കാനുള്ള ആർജവം ഉണ്ടെങ്കിൽ അതവിടുന്ന് വാങ്ങിയെടുക്കണം. 2, ഇവർക്ക് ന്യായപരമായി അർഹതപ്പെട്ട പണം കേരളത്തിന് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ കണക്ക് സഹിതം ഇവർക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കാം. ഇങ്ങനെ പാർലമെന്റിൽ ഇവർ ആദ്യം ഒരു 57,000 കോടിയുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ്. ഓർക്കുന്നില്ല? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ആ സമയത്ത് കേന്ദ്രമന്ത്രി കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് നയാ പൈസ കേരളത്തിന് കിട്ടാനില്ല എന്ന് പറഞ്ഞ സമയത്ത് കേന്ദ്രമന്ത്രി അങ്ങനെ പാർലമെന്റിനെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഭയെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രിവിലേജ് മോഷൻ പോവായിരുന്നു. ഇത്തരത്തിൽ പ്രിവിലേജ് മോഷൻ പോയി കഴിഞ്ഞാൽ ആ കേന്ദ്രമന്ത്രിയുടെ MP സ്ഥാനം നഷ്ടപ്പെടും.
മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും, കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലെ ഇവിടെ അകത്തേത്ര സിറ്റിയിലെ ഇവരുടെ കമ്മികളുടെ നേതാക്കന്മാരിൽ നിന്ന് മൈക്ക് കെട്ടിയിട്ട് നാട്ടുകാരിൽ മോദി പണം തരാണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ പൈസ തരാനുണ്ടെങ്കിൽ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം CAG ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം ഇവർ കണക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു ചില്ലി കാശ് പോലും കേന്ദ്ര സർക്കാർ പിടിച്ചു വെക്കില്ല. അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ MP-മാർ എന്ത് ചെയ്യുകയായിരുന്നു അന്ന് പാർലമെന്റിന്റെ സഭകളിൽ. ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. പ്രശാന്ത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പണം തരാത്തത്. പണം തരാത്തെന്ന് പറഞ്ഞിട്ടില്ല, പണം തരാത്തെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ പൈസയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൈസ തന്നിട്ടില്ല എന്ന് പൈസ തന്നിട്ട് കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞോ. അപ്പൊ ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനമുള്ളതാണ്. അതെ. ഈ കേരളം എന്തെങ്കിലും പണം ചോദിക്കുന്നത് പിച്ചയ്ക്ക് പോകലായിട്ടാണ് ഇവിടെ വെറുതെ ചോദിച്ചാൽ തരാൻ പറ്റില്ല. കടം വാങ്ങാൻ നിങ്ങൾ പോയി ചോദിച്ചാൽ തരാൻ പറ്റില്ല. ഇവിടെ നിനക്ക് സിസ്റ്റം ഉണ്ട്. അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ വഹിക്കണ്ട. ടൂറിസം വകുപ്പിന്റെ ഇന്ത്യ രാജ്യത്തിലെ കേരളത്തിനാണ് തന്നിട്ടുള്ളത്, പാകിസ്ഥാനല്ല കൊടുത്തിട്ടുള്ളത്. കേരളത്തിന് തന്നു എന്ന് പറഞ്ഞു. ഇത് മലമ്പുഴ MLA വാങ്ങി തന്നു എന്ന് പറഞ്ഞ ഫ്ലക്സ് വെച്ചു. അതാ ഞാൻ പറഞ്ഞത്. ഇത് കേന്ദ്രം തന്നു. പ്രഭാകരേട്ട അതിനൊരു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അണക്കിയിട്ടുണ്ടോ? ഒരു ചെറുവിരൽ അണക്കിയിട്ടുണ്ടോ പ്രഭാകരേട്ട? ഒന്ന് കാണിക്കും, ഒന്ന് പേപ്പർ കാണിക്കും, ഒന്ന് പേപ്പർ കാണിക്കും. തോന്നി തന്നതാണ്. കേന്ദ്രം തോന്നി തന്നതാണ്. കേന്ദ്രത്തിന് തോന്നിയിട്ട് തന്നെയാണ് തന്നത്. കേന്ദ്രത്തിന് തോന്നിയിട്ട് തന്നെയാണ് തന്നത്. പ്രഭാകരേട്ട എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേപ്പർ നിങ്ങളുടെ കുറെ ഇല്ലേ, ഏതെങ്കിലും ഒന്നെടുത്ത് കാണിക്കും. പ്രഭാകരേട്ട കൊടുത്ത ഏതെങ്കിലും ഒന്നെടുത്ത്. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? മൂന്ന് ചോദ്യങ്ങളാണ്. ചേട്ടൻ ചോദിച്ചു. അല്ല, അദ്ദേഹത്തിന് ധൈര്യമായിട്ട് കളിയെ കുറിച്ച് പറയാം. കാരണം അദ്ദേഹത്തിന് MLA കളിച്ച് ഗ്രൗണ്ട് മറന്ന് കളിച്ച് അറിയില്ല, എവിടെയാന്ന് പോലും അറിയില്ല. കളി വീരനാണ് ആള്. ഫുൾ ടൈം കളിയാണ്. മറുപടി പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. വർഷങ്ങളായിട്ട് ഇവിടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 2014 ശേഷം 2014-15 കാലഘട്ടത്തിൽ കേന്ദ്രം നൽകിയിരുന്ന തുക എന്ന് പറയുന്നത് നെല്ലിന്റെ താങ്ങുവിലയിൽ 13.6 ആയിരുന്നു കേന്ദ്രത്തിന്റെ വിഹിതം. ഇത് ക്രമാനുഗതമായി കൂട്ടി കൊണ്ടുവന്ന് കേന്ദ്ര വിഹിതം ഓരോ വർഷവും കൂട്ടുന്ന സമയത്ത് കേരളം കഴിഞ്ഞ 4 വർഷമായിട്ട് കേന്ദ്രത്തിന്റെ വിഹിതം 2020 ശേഷം 8 രൂപ 80 കൊടുത്തു. അത് താഴോട്ട് CPM എങ്ങനെയാണോ വളരുന്നത് അതുപോലെയാണ് താഴോട്ടാണ് നെല്ലിന്റെ വിഹിതം കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 നയാ പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞത് എന്റെ പൊന്നു ചേട്ടാ, അത് കവല പ്രസംഗമല്ല. കേന്ദ്രം തരാത്ത പൈസയെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ 2 മരവാടകളെ എന്തിനാണ് പാർലമെന്റിൽ അയച്ചിരിക്കുന്നത്? ബ്രിട്ടാസ് മരവാട് എന്തിനാ അയച്ചിരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ MP-മാര് പണം പുഴുങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തില്. നിങ്ങളുടെ MP-മാരുടെ വായിൽ എന്താ പഴം തുരുകിയിരിക്കണം? അവിടെ മോദിയോട് ചോദിക്കാൻ എന്താ പ്രശ്നം? നിങ്ങളുടെ MP-മാരുടെ വായിൽ പഴം തുരുകിയിരിക്കണം. മോദിയോട് ചോദിക്കാൻ എന്താ പ്രശ്നം? മരവാടകൾ എന്തിനാ ജയിപ്പിച്ചു വിട്ടിരിക്കണേ? നിങ്ങളെ MP-മാര് മരവാടകൾ എന്തിനാ ജയിപ്പിച്ചു വിട്ടിരിക്കണേ? ഇവിടെ മോദി തരാനുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങാൻ നട്ടലില്ലെങ്കിൽ നിങ്ങളുടെ MP-മാരെ എന്തിനാണ് അവിടെ എന്താ ഇന്ത്യ മുന്നണിയുടെ കാല് കഴുകി കൊടുക്കാനാണ് നിങ്ങൾ അയച്ചിക്കണേ? ഒന്നും വാങ്ങിയെടുക്കാനുള്ള ആർജവുമില്ല ചേട്ടാ. ഇവിടെ മോദി തരാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാർലമെന്റിൽ ഉന്നയിക്കണം. അതിന് കഴിവില്ലെങ്കിൽ ആ MP-മാരെ നിങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കരുത്. ഇവിടെ മാട് മേക്കാൻ വിട്ടോളൂ, അല്ലെങ്കിൽ ആട് മേക്കാൻ വിട്ടോളൂ, അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കാൻ വിട്ടോളൂ, എന്തിനു വേണ്ടി വിട്ടോളൂ. അതൊന്നും മോശം തൊഴിലല്ല, നല്ല തൊഴിലാണ്, നല്ല വരുമാനം കിട്ടും. അവിടെ പോയിട്ട് കമ്മീഷൻ അടിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ MP-മാരെ അവിടെ എന്താ കാണിക്കണേ? റഹീമില്ലേ, ബ്രിട്ടാസില്ലേ, ഇപ്പൊ രാധാകൃഷ്ണനുണ്ട് കേന്ദ്രമന്ത്രി. രാധാകൃഷ്ണൻ എന്തിനാ അവിടെ വിളക്കം പിടിച്ചിരിക്കണം? അദ്ദേഹത്തിന് ചോദിച്ചു വാങ്ങാനുള്ള ആർജവുമില്ലേ?
അപ്പൊ ഇത്തരത്തിൽ കവല പ്രസംഗത്തിലെ ഇന്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയരുത് ചേട്ടാ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇതൊന്നും അന്തം കമ്പികളല്ല, ഇതൊന്നും അന്തം കമ്പികളല്ല. ഇവരൊക്കെ അരിയാരം കഴിക്കുന്നവരാ. ഇവരൊക്കെ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്.